ഇന്നത്തെ അറിയിപ്പുകൾ. മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരതിന്റെ കോച്ചുകളുടെ എണ്ണം കൂട്ടി. നിലവിലെ 8 കോച്ചുകൾ 16 ഉയർത്തി. സീറ്റുകൾ കൂട്ടിയിട്ടും ആദ്യ ആഴ്ച തന്നെ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണ്. വന്ദേ ഭാരത് യാത്രക്കാരുടെ സ്ഥിരം പരാതിയായിരുന്നു ട്രെയിനിൽ സീറ്റില്ല എന്നത്. സീറ്റിനായി നോക്കുമ്പോഴെല്ലാം കാണുന്നത് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും. ഈ പ്രശ്നത്തിന് പരിഹാരമായി 530 അധിക സീറ്റുകളോടെ ട്രെയിനിന്റെ ശേഷി 1128 ആയി ഉയർത്തിയിരിക്കുകയാണ്. എക്സിക്യൂട്ടീവ് ചെയർക്കാർ ഇപ്പോൾ 2 നാഗർകോവിൽ ചെന്നൈ വന്ദേ ഭാരതിൽ നിന്നുള്ള 16 കോച്ചുകളാണ് പിൻവലിച്ച് പാലക്കാട് ഡിവിഷന് കൈമാറിയത്. അടുത്തിടെ തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതിനും 20 കോച്ചുകൾ ലഭിച്ചിരുന്നു. മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരതിനും 20 കോച്ചുകളാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കോച്ചുകളുടെ എണ്ണം ഇരട്ടിയാക്കിയിട്ടും ആദ്യ സർവീസിൽ തന്നെ സീറ്റുകൾ മുഴുവനും ബുക്കിംഗായി. ഈ ആഴ്ച നടക്കുന്ന മറ്റു സർവീസുകളിലും വെയിറ്റിംഗ് ലിസ്റ്റ് 100-ന് മുകളിലാണ്. കോച്ചുകളുടെ എണ്ണം വീണ്ടും കൂട്ടണമെന്ന അഭിപ്രായം ശക്തമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഫ്ലാഷ് സെയിൽ ആരംഭിച്ചു. 1250 രൂപ മുതൽ ആരംഭിക്കുന്ന ആഭ്യന്തര വിമാന ടിക്കറ്റും 6131 രൂപ മുതലുള്ള അന്താരാഷ്ട്ര വിമാന ടിക്കറ്റും സെയിലിലൂടെ സ്വന്തമാക്കാം. 2025 സെപ്റ്റംബർ 19 വരെയുള്ള ആഭ്യന്തര യാത്രകൾക്കും ഓഗസ്റ്റ് 6, 12, 20 തീയതികളിലുള്ള അന്താരാഷ്ട്ര യാത്രകൾക്കുമാണ് ഓഫർ. മെയ് 25 വരെ എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. അന്താരാഷ്ട്ര യാത്രക്കാർക്ക് 6131 രൂപയുടെ എക്സ്പ്രസ് ലൈറ്റ് നിരക്കിന് പുറമെ 6288 രൂപയ്ക്ക് എക്സ്പ്രസ് വാല്യൂ, 7038 രൂപയ്ക്ക് എക്സ്പ്രസ് ഫ്ലെക്സ് നിരക്കുകളിലും ടിക്കറ്റുകൾ ലഭിക്കും. ആഭ്യന്തര യാത്രകളിൽ ചെക്ക് ഇൻ ബാഗേജ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്കാണ് 1250 രൂപയ്ക്ക് എക്സ്പ്രസ് ലൈറ്റ് നിരക്കിൽ ടിക്കറ്റുകൾ ലഭിക്കുക. 1375 രൂപ മുതൽ എക്സ്പ്രസ് വാല്യൂ നിരക്കിലും ടിക്കറ്റ് എടുക്കാം. വെബ്സൈറ്റിലൂടെ ടിക്കറ്റ് എടുക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ലോയൽറ്റി അംഗങ്ങൾക്ക് എക്സ്പ്രസ് ബിസ് നിരക്കിൽ 25% കിഴിവും ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള മീഡിയ അക്കാദമിയുടെ PG ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകൾക്ക് ജൂൺ 7 വരെ അപേക്ഷ സമർപ്പിക്കാം. 1 വർഷം ദൈർഘ്യമുള്ള കോഴ്സുകളുടെ അടിസ്ഥാന യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ്. അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. അഭിരുചി പരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. പ്രിന്റ് ജേർണലിസം, റേഡിയോ, ഓൺലൈൻ, സോഷ്യൽ മീഡിയ, ബ്രോഡ്കാസ്റ്റ് ജേർണലിസം, മൊബൈൽ ജേർണലിസം തുടങ്ങിയ മാധ്യമ പ്രവർത്തനത്തിന്റെ വിവിധ മേഖലകളിൽ മികച്ച അധ്യാപകർ പരിശീലനം നൽകും. ടെലിവിഷൻ ജേർണലിസം, ന്യൂസ് ആങ്കറിംഗ്, വീഡിയോ ക്യാമറ, വീഡിയോ എഡിറ്റിംഗ്, ഡോക്യുമെന്ററി പ്രൊഡക്ഷൻ, മൊബൈൽ ജേർണലിസം എന്നിവ തുടങ്ങി ദൃശ്യമാധ്യമ മേഖലയിൽ സമഗ്രമായ പ്രായോഗിക പരിശീലനം നൽകുന്ന രീതിയിലാണ് പാഠ്യപദ്ധതി. www.keralaMediaAcademy.org എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാം. 300 രൂപയാണ് അപേക്ഷാ ഫീസ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അടുത്തടുത്ത ദിവസങ്ങളിൽ UPSC, PSC പരീക്ഷകൾക്ക് അപേക്ഷിച്ചവർക്ക് പ്രത്യേക അവസരം അനുവദിക്കാൻ PSC തീരുമാനിച്ചു. ശനി, ഞായർ ദിവസങ്ങളിലാണ് PSC, UPSC പരീക്ഷകൾ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, പോലീസ് SI തുടങ്ങിയവയ്ക്കുള്ള ബിരുദതല പൊതുപ്രാഥമിക പരീക്ഷയുടെ ആദ്യഘട്ടം ശനിയാഴ്ചയാണ്. ഞായറാഴ്ചയാണ് UPSCയുടെ സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ. 2 പരീക്ഷകൾക്കും വ്യത്യസ്ത ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രം അനുവദിച്ചവർക്ക് ഏതെങ്കിലും ഒരു പരീക്ഷ ഒഴിവാക്കേണ്ടി വരുമെന്ന പരാതി ഉയർന്നതോടെ ജൂൺ 28-ന് പ്രത്യേക അവസരം അനുവദിക്കാൻ PSC തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർ ആവശ്യമായ രേഖകൾ സഹിതം മെയ് 26-നും 30-നും ഇടയിൽ അപേക്ഷിച്ചാൽ 2ാം ഘട്ടത്തിൽ പരീക്ഷ എഴുതാൻ PSC അനുവദിക്കും. 24-ന് പരീക്ഷാ കേന്ദ്രം അനുവദിച്ച PSC ജില്ലാ ഓഫീസുകളിലാണ് അപേക്ഷ നൽകേണ്ടത്. മുൻപ് അപേക്ഷ സമർപ്പിച്ചവരും നിശ്ചിത തീയതിക്കുള്ളിൽ വീണ്ടും അപേക്ഷ നൽകണം. UPSC, PSC പരീക്ഷകൾക്ക് ഒരേ ജില്ലയിൽ പരീക്ഷാ കേന്ദ്രം ലഭിച്ചവർക്ക് ഇളവ് അനുവദിക്കില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് ശനിയാഴ്ച മുതൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 14 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശനിയാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഞായറാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും തിങ്കളാഴ്ച തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ കനത്ത ജാഗ്രത പാലിക്കണമെന്നും ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതകൾ കണക്കിലെടുക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്.
കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കുഴത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെ തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് രാത്രി 8:30 വരെ 0.5 മുതൽ 1 മീറ്റർ വരെയും കന്യാകുമാരി തീരത്ത് 1 മുതൽ 1.1 മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരപ്രദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.